ഹായ് മക്കളെ, ഹായ് ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് മക്കളെ. ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ മക്കളെ, ആദ്യത്തെ സ്ലൈഡ് നോക്കിക്കോ മക്കളെ. ആദ്യത്തെ സ്ലൈഡ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പോയിന്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാ നോക്കിയേ. √1 1 ആണ്, √4 2 ആണ്, √9 3 ആണ്, √16 4 ആണ്. നമുക്കൊക്കെ അറിയാലോ. ബാക്കിയുള്ള എല്ലാ സ്ക്വയറുകളും നമുക്കൊക്കെ അറിയാലോ. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തു കേട്ടോ. സാർ ഒന്ന് അടുത്ത സ്ലൈഡ് കേട്ടോ. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കിയ മക്കളെ. ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? ഇവിടെ നമ്മൾ പുതിയ നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ആ പുതിയ നമ്പേഴ്സ് ആണ് നമ്മുടെ ഇറാഷണൽ നമ്പേഴ്സ്. അതായത് ഒരു സംഖ്യയെ നമുക്ക് കറക്റ്റ് ആയി ഒരു ഫ്രാക്ഷൻ ആയി എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും കേട്ടോ മക്കളെ. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾ നോക്കിയോ മക്കളെ. എന്തൊക്കെയാണ്? √3, √2, √5, √7 പൈ അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താണ് മക്കളെ? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പേഴ്സ് ആണ്. √2ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? നോക്കി, വാല്യൂ 1.414 ആണ്. √3 എത്രയാണ്? 1.73 ആണ്. √5 എത്രയാണ്? 2.24 ആണ്. ഈ മൂന്നെണ്ണെങ്കിലും എന്ത് ചെയ്യുക? എന്റെ മക്കളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ മൂന്നെണ്ണെങ്കിലും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത നോക്കാം. അടുത്തതാണ് മക്കളെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. മട്ടത്രികോണത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മട്ടത്രികോണം എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? അതിലെ ഒരു ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ 3 വശങ്ങളുണ്ട് അല്ലെ. 3 വശങ്ങൾ. അതിൽ താഴ്ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? ബേസ് എന്ന് വിളിച്ചു. ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഉയരമാണ്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ് അല്ലെ. ഈ 3 വശങ്ങളെയും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടില്ലേ മക്കളെ? ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ H എന്ന് പറയുന്നത് √b² + a². അതായത് നമ്മുടെ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂട്ടാൻ പറഞ്ഞു അല്ലേ. ബേസ് കാണാനായിട്ടോ √x² - a². അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന് നമ്മൾ എന്ത് കുറച്ചു മക്കളെ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കുറച്ചു. അതുപോലെ a ആണെങ്കിൽ എന്താ മക്കളെ? √x² - b². അതായത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും നമ്മൾ എന്ത് കുറച്ചു? ബേസ് സ്ക്വയർ കുറച്ചു. അപ്പൊ ഈ ട്രയാങ്കിളില് വലിയ വശം കാണാൻ നമ്മൾ എന്താ ചെയ്തത് മക്കളെ? കൂട്ടുകയാണ് ചെയ്തത് അല്ലെ. കൂട്ടുകയാണ് ചെയ്തത്. ചെറിയ വശം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു മക്കളെ? കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലെ. ഈ 2 ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവില്ലേ? കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 3 ഇക്വേഷൻസും എന്റെ മക്കൾക്ക് സെറ്റ് ആയിരിക്കണം കേട്ടോ. സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കോ മക്കളെ. എന്താണ് ആദ്യത്തെ പ്രോബ്ലം? Draw a square of area 7 cm². ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു സമചതുരം വരയ്ക്കണം. അതിന്റെ ഏരിയ 7 cm² എന്ന് തന്നിട്ടുണ്ട്. ഒരു സമചതുരത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ മക്കളെ. ഏരിയയുടെ ഇക്വേഷൻ a² അല്ലേ? a² അല്ലേ? a × a, സൈഡ് × സൈഡ് ആണല്ലോ. a² എന്ന് ഞാൻ എഴുതി. അതാണ് 7 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ a എന്തായിരിക്കും മക്കളെ? a കാണാൻ സ്ക്വയർ കളഞ്ഞാൽ എന്താകും? അത് തന്നെ എന്താവും? √7 ആവും. അപ്പൊ √7 വരച്ചിട്ട് വേണം നമുക്ക് എന്ത് വരയ്ക്കാനായിട്ട്? ആ സ്ക്വയർ വരയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ √7 വരയ്ക്കാന്നുള്ളത് നോക്കാം. എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹെൽപ്പാണ് എടുക്കുന്നത്. നോക്കിയേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ മക്കളെ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഞാൻ ഈ ഭാഗത്ത് ഒരു സ്ക്വയർ വരച്ചോട്ടെ, ഈ ഭാഗത്ത് ഒരു സ്ക്വയർ വരച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വശവും എനിക്ക് എന്ത് ചെയ്യണം? അറിയണം അല്ലെ. കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസും ബേസും എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വശം എനിക്ക് എത്രയായിട്ട് എടുക്കാം? √7 ആയിട്ട് എടുക്കാം. ഇവിടെ എനിക്ക് ആ സ്ക്വയർ വരച്ചൂടെ. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിക്കോട്ടെ. അല്ല എളുപ്പവഴിയാണ്. ഹൈപ്പോട്ടന്യൂസ് കാണാൻ ഞാൻ എന്ത് ചെയ്യാന്നറിയോ മക്കളെ? x + 1/2 എന്ന് എഴുതാൻ കേട്ടോ. x + 1/2. ഇവിടെ x എന്ന് പറയുന്നത് എന്താണെന്നറിയോ മക്കളെ? x ഈ 7 ആണ് കേട്ടോ. അപ്പൊ എന്താവും? 7 + 1/2 8/2 എത്ര കിട്ടും മക്കളെ? 4 എന്ന് കിട്ടും. 4 എന്ന് കിട്ടും അല്ലെ. അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കാം. ഇത് എത്ര എടുക്കാം? 4 ആയിട്ട് എടുക്കാം. അടുത്തത് എന്താണ് മക്കളെ? ബേസ് ആണ്. ബേസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? x - 1/2 എടുക്കണം. ഹൈപ്പോട്ടന്യൂസ് കാണാൻ നമ്മൾ കൂട്ടി, ബേസ് കാണാൻ എന്ത് ചെയ്തു? കുറച്ചു. x - 1/2 7 - 1/2 എന്നല്ലേ വരിക മക്കളെ? അപ്പൊ എന്താണ്? 6/2 ആണ്, 3 ആണ്. അതായത് ബേസ് എന്തെടുക്കണം? 3 സെന്റിമീറ്റർ എടുക്കണം. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ വശം എത്ര കിട്ടുമെന്നാ പറയുന്നത്? √7 കിട്ടുമെന്നാണ് കേട്ടോ പറയണേ. √7 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കിക്കോ മക്കളെ. എങ്ങനെയാണ് വരയ്ക്കാൻ? ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് കാണിച്ചു തരാം.
ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഒരു 3 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കുക. 3 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിടാണ് കേട്ടോ, ഒരു പെർപെൻഡിക്കുലർ വരച്ചിടാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം മക്കളെ, ഇവിടെ 4 സെന്റിമീറ്റർ അല്ലേ, അതെന്ത് ചെയ്യുക, കോമ്പസിൽ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ, അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഈ വശം √7 അല്ലേ, ആ വശം √7 അല്ലേ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ, അവിടെ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഓർക്കുക, സ്ക്വയറിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം മക്കള്, പ്രൊട്രാക്ടർ വെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത്. വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ചോദിക്കും, പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം മക്കള്, കുറെ പ്രോബ്ലംസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന്റെ കൂടെ ഞാൻ ഒരു പോയിന്റ് കൂടെ, ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞുതരാണ് മക്കളെ, ഒരു ഐഡിയയും കൂടെ പറഞ്ഞുതരാണ്, നോക്കിക്കോട്ടോ. ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു മക്കളെ, ഞാനൊരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഇത് ഒന്നുമാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചൂടെ ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഇത് √2 കിട്ടി. ഇനി ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് ഒരു സ്ക്വയർ തന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്ന് നോക്കോ മക്കളെ, ഇത് 1 തന്നു, √2 കണ്ടുപിടിച്ചല്ലോ. ഇതും 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, √2 ആണ്, 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് കാണാലോ, കണ്ടുപിടിക്കാലോ. ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, നമുക്ക് എത്ര കിട്ടും, √3 കിട്ടും കേട്ടോ, √3 കിട്ടും. ഇനി നോക്കിക്കോ മക്കളെ, ഇതും 1 ആണ്, √3യും 1ഉം. അപ്പൊ നമുക്ക് എത്ര കിട്ടും എന്നറിയാം മക്കളെ, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് √4 ആണ് കിട്ടുക. √4 എത്രയും മക്കളെ, 2 അല്ലേ, √4 2 എന്ന് കിട്ടും. അതായത് ഈ ഒരു സ്ക്വയറിന്റെ വശം നമുക്ക് കിട്ടി, എത്രയാണ്, 2 ആണ്. വശം കിട്ടി, ഒരു വശം 2 ആണെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും മക്കളെ, 2² അല്ലേ, 2² 4 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. ഈ ക്വസ്റ്റിനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതിന്റെ ഒരു 3-4 പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, √3 തന്നിട്ടുണ്ട് 1.73 ആണ്, √6 തന്നിട്ടുണ്ട് 2.44 എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ ഏതാണെന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ, നോക്കൂ. √3 എത്രയാണ്, 1.73 ആണ്. √6 എത്രയാണ്, 2.44 ആണ് അല്ലേ. ഇതിനിടയിൽ വരുന്ന ഒരു നാച്ചുറൽ നമ്പർ പറയാം. ഏതാണ് ഒരു കൗണ്ടിങ് നമ്പർ, ഒരു നാച്ചുറൽ നമ്പർ ഏതാണ് വരുന്നത്, നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ ഏതായിരിക്കും വരിക, 2 വരുന്നുണ്ട് അല്ലേ. 2 എന്ന് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും മക്കളെ, 2 എന്നതിന്റെ ഉത്തരം കിട്ടും. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. ബി ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് 3 ഫ്രാക്ഷൻ ലാർജർ ദാൻ √3 ആൻഡ് ലെസ് ദാൻ √6. അതായത് ഈ √3ക്കും √6നും ഇടയിൽ വരുന്ന 3 ഫ്രാക്ഷൻസുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഈ √3 1.73 അല്ലേ ഇത് കിടക്കണേ, അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ പോവാണ്. എന്താ ചെയ്യുന്നത് നോക്കിക്കോ, 1.73 ആണല്ലോ, 1.73 ആണല്ലോ. ഞാൻ അതിനെ ഇൻറ്റു 100 ചെയ്യാണ്, അതുപോലെ ഡിവൈഡഡ് ബൈ 100 ചെയ്യാണ് കേട്ടോ. ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്രയാ മക്കളെ കിട്ടാം, ഇൻറ്റു 100 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും, 2 പൊസിഷൻ എന്ത് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. 2 പൊസിഷൻ റൈറ്റിലോട്ട് പോകും. അപ്പൊ നമുക്ക് 173 എന്ന് കിട്ടി, 173/100 എന്ന് കിട്ടി അല്ലേ, 173/100 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ് മക്കളെ, 2.44 ഞാൻ എന്ത് ചെയ്യാണ്, ഫ്രാക്ഷൻ ആക്കാണ്. 2.44 ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇൻറ്റു 100 ചെയ്തു, ഡിവൈഡഡ് 100 ചെയ്തു. അപ്പൊ എന്താ കിട്ടുന്നത്, 244/100 എന്ന് കിട്ടിയില്ലേ, ഇങ്ങനെ കിട്ടിയില്ലേ. ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷനാണ്. ഇതിനിടയിൽ വരുന്ന 3 ഫ്രാക്ഷനുകളാണ് ചോദിച്ചേക്കണേ. ഇതിനിടയിൽ വരുന്ന 3 ഫ്രാക്ഷനുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനിടയിൽ വരുന്ന 3 ഫ്രാക്ഷൻ എഴുതാട്ടോ. ഞാനിപ്പോൾ ഏതൊക്കെ എഴുതാൻ പോണെന്ന് നോക്കിക്കോ മക്കളെ. 174/100 എഴുതി കൂടെ, ഇതിനിടയിലല്ലേ വരിക. അടുത്തത് 175/100 എഴുതി. അടുത്തത് ഞാൻ 176/100 എഴുതി. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്തേ, ഈ പോയിന്റിനെ എന്താക്കി മാറ്റി, ഫ്രാക്ഷൻ ആക്കി മാറ്റി. അതിനിടയിലുള്ള ഒരു 3 ഫ്രാക്ഷൻ എഴുതി വെച്ചു. ഓക്കെ അല്ലേ. അപ്പൊ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസും എൻ്റെ മക്കളൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കിക്കോട്ടെ. അടുത്ത പ്രോബ്ലം എന്താണ്, നമുക്കൊരു
ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഓരോ വശങ്ങളും 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് 2 മീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? DC-യുടെ നീളം കണ്ടുപിടിക്കാന്നാണ്. DC-യുടെ നീളം കണ്ടുപിടിക്കാന്നാണ് കേട്ടോ. നോക്കിക്കോ മക്കളെ, ഈ ഒരു ട്രയാങ്കിളിലെ എല്ലാ വശങ്ങളും എത്രയാണ്? 2 ആണ് അല്ലേ? 2 ആണ്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ മക്കളെ. എന്താണ് ഈ മുകളിലത്തെ പോയിന്റിൽ നിന്നും താഴത്തോട്ട് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അത് എതിർവശത്തെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യില്ലേ? അപ്പൊ ഇത് മൊത്തം 2 ആണ് എന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കില്ലേ? ഇത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മൾ DC കണ്ടുപിടിച്ചു മക്കളെ. എത്രയാണ് DC എന്ന് പറയുന്നത്? 1 ആണെന്ന് നമുക്ക് കിട്ടി കേട്ടാ. DC 1 ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ, എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ മക്കളെ, സ്ക്വയറിന്റെ ഏരിയ കാണാൻ സ്ക്വയറിന്റെ ഒരു വശം എത്രയാണെന്ന് അറിയണം അല്ലേ? ഒരു വശം എത്രയാണെന്ന് അറിയണം. അതും നമ്മുടെ ക്വസ്റ്റ്യനായി ചോദിച്ചിട്ടുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോ മക്കളെ, ഇവിടെ നമുക്ക് ഇത് 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? 2 ആണ്. ഇത് എത്രയാണ് മക്കളെ? 1 ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അതില് ബേസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 1 ആണ്. ഇത് എത്രയാണ്? 2 ആണ്. അതായത് ബേസ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് എത്രയാണ് മക്കളെ? 2 ആണ്. ബേസ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് 2 ആണ്. ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചൂടെ? ഓൾട്ടിറ്റ്യൂഡ് കാണാലോ. എന്താണ് ഇക്വേഷൻ വരുന്നത്? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താണ്? ബേസ് സ്ക്വയർ ആണ് അല്ലേ? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. അപ്പൊ എന്താ വരിക മക്കളെ? എന്താ വരിക? റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വരും അല്ലേ? അതായത് റൂട്ട് 4 മൈനസ് 1 എത്ര കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. റൂട്ട് 3 ആണ് നമ്മുടെ ഒരു വശം എന്ന് കിട്ടി അല്ലേ? ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി മക്കളെ? റൂട്ട് 3 എന്ന് കിട്ടി. ഒരു വശം റൂട്ട് 3 ആണെങ്കിൽ, റൂട്ട് 3 ആണെങ്കിൽ a സ്ക്വയർ ഏരിയ എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? റൂട്ട് 3 അത് തന്നെ എത്രയാണ്? 3 എന്ന് കിട്ടി അല്ലേ? ഏരിയ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 3 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഏരിയ കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AD? അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ്? റൂട്ട് 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എന്താണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഈ ഒരു ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞോ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ? അപ്പൊ നോക്കിക്കോ മക്കളെ, ഹാഫ് ഇൻറ്റു എന്ത് വരും? ഹാഫ് ഇൻറ്റു ബി. ബേസ് എത്രയാണ് മക്കളെ? ഇവിടെ ബേസ് എത്രയാണ്? 1 അല്ലേ? ഇൻറ്റു ഹൈറ്റ് എത്രയാണ് മക്കളെ? റൂട്ട് 3 ആണ് അല്ലേ? ഹൈറ്റ് എത്രയാണ്? റൂട്ട് 3 ആണ്. ബേസ് 1 അല്ല 2 ആണ് കേട്ടോ. 2 ആണ്. ഇത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഇങ്ങനെയല്ലേ മക്കളെ കിട്ടാ? ഈ രണ്ടും വെട്ടിപ്പോയി. നമുക്ക് എത്ര കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി അല്ലേ? എത്ര കിട്ടി? റൂട്ട് 3 എന്ന് കിട്ടി. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടിയ മക്കളെ? റൂട്ട് 3 എന്നുള്ള രീതിയിൽ കിട്ടി. എളുപ്പമല്ലേ? അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം മക്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് എന്തായിരിക്കണം? എന്റെ മക്കൾക്ക് സെറ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് റൂട്ട് 3 + 1 ആൻഡ് റൂട്ട് 3 - 1 ആർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ. നമുക്ക് ഒരു ചതുരം തന്നിട്ടുണ്ട്, ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? പെരിമീറ്റർ കണ്ടുപിടിക്കണം. നോക്കിക്കോ മക്കളെ, പെരിമീറ്ററിന്റെ ഇക്വേഷൻ മക്കൾക്ക് അറിയാലോ. റെക്ടാങ്കിളിന്റെ എന്താണ്? 2 × L + B ആണല്ലേ? 2 × L + B ആണ്. 2 ഇൻറ്റു നമുക്ക് ഇട്ട് കൊടുക്കാലോ. ഇവിടെ L ലെങ്ത് എത്രയാണ് മക്കളെ? ലെങ്ത് എത്രയാണ്? റൂട്ട് 3 + 1 ആണ്. പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് മക്കളെ? റൂട്ട് 3 - 1 അല്ലേ? റൂട്ട് 3 - 1 ഓക്കെ അല്ലേ? നോക്കിക്കോ മക്കളെ, 2 ഇൻറ്റു റൂട്ട് 3 + 1 റൂട്ട് 3 - 1. നോക്കിയോ മക്കളെ, 1ഉം 1ഉം നമുക്ക് വെട്ടിക്കളഞ്ഞു. ഇവിടെ 1 - 1 അല്ലേ? 0 ആയി പോവില്ലേ? അത് ഞാൻ വെട്ടിക്കളഞ്ഞു. റൂട്ട് 3ഉം റൂട്ട് 3ഉം എത്രയാണ്? 2 റൂട്ട് 3 ഉണ്ട് അല്ലേ? 2 റൂട്ട് 3 എന്ന് കിട്ടി. 2 × 2 റൂട്ട് 3 എത്രയാണ് മക്കളെ? 2 × 2 4.
4√3 എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. 4√3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ നമുക്കൊക്കെ എന്ത് ചെയ്യാം, √3ന്റെ വാല്യൂ അറിഞ്ഞൂടെ, ആ വാല്യൂ ഇതിനോട് ഇൻറ്റു ചെയ്ത് വേണമെങ്കിൽ വെക്കാം. നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ആയിട്ടൊന്ന് ഇൻറ്റു ചെയ്ത് വെക്കണം. അടുത്ത നോക്കിക്കോ, ഏരിയ. ഏരിയ കാണാനാണ് പറഞ്ഞേക്കണേ. ഏരിയ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഏരിയയുടെ ഇക്വേഷൻ എന്താ മക്കളെ, L × B അല്ലേ. ഏരിയ എന്താ, L × B. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാലോ. √3 + 1 ഇൻറ്റു √3 - 1 എന്നാണ് നമുക്ക് വരുന്നത്. ഇവിടെ നോക്കിയേ മക്കളെ, കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരുന്നില്ലേ? ആ, ഏതാണ് ഇക്വേഷൻ? A + B × A - B എന്ന ഇക്വേഷൻ ഓർമ്മ വരുന്നില്ലേ? A + B × A - B എന്ന ഇക്വേഷൻ ഓർമ്മ വരുന്നില്ലേ മക്കളെ? അതെന്തായിരുന്നു? A + B × A - B എന്താണ് മക്കളെ? A² - B² ആണല്ലേ. A² - B². അപ്പൊ ഞാനിവിടെ അങ്ങനെ അതിനെ എഴുതുവാണ് കേട്ടോ. അങ്ങനെ എഴുതാണ്. A + B × A - B എന്താണ്? A² - B². അപ്പൊ ഇവിടെ A ആയിട്ട് എന്താ നിൽക്കുന്നത് മക്കളെ? A എന്താണ്? √3 ആണ്. √3യുടെ സ്ക്വയർ മൈനസ് B² എന്താണ്? 1ന്റെ സ്ക്വയർ അല്ലേ. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? റൂട്ടും സ്ക്വയറും വന്നു. അപ്പൊ എന്തായി? രണ്ടും വെട്ടിപ്പോയല്ലേ. എന്ത് കിട്ടി? 3 കിട്ടി. 3 - 1² എത്രയാണ്? 1 ആണ്. 3 - 1 എന്ത് കിട്ടി? 2 കിട്ടി അല്ലെ. ഏരിയ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 2 കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇനി എന്താ കാണേണ്ടത്? ഡയഗണൽ ആണ് കേട്ടോ കാണണ്ടേ. ഇനി നമുക്ക് എന്ത് കാണണം? ഡയഗണൽ ആണ് കാണേണ്ടത്. ഡയഗണൽ ആണ് കാണേണ്ടത് കേട്ടോ. ഡയഗണൽ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കോ മക്കളെ, ഈ റെക്റ്റാങ്കിളിൽ ഞാൻ ഡയഗണൽ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഈ റെക്റ്റാങ്കിളിൽ ഞാൻ ഡയഗണൽ ഒന്ന് മാർക്ക് ചെയ്യാണ്. നോക്കിക്കോ മക്കളെ, ഡയഗണൽ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെയല്ലേ ഡയഗണൽ വരിക? ഇങ്ങനെയല്ലേ ഡയഗണൽ വരിക? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഡയഗണൽ വരിക അല്ലേ. ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. ഞാൻ ഇവിടെയും കൂടെ √3 - 1 എന്ന് എഴുതി വെക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഡയഗണൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിന്റെ ഒരു ആംഗിൾ 90 അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് ബേസും അറിയാം, ഓൾട്ടിറ്റ്യൂഡും അറിയാം. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചൂടെ? ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? റൂട്ട് ഓഫ് എന്താണ്? B² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. B² + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യുക? അതിലിട്ട് കൊടുക്കുക. അതിലെന്ത് ചെയ്യാണ്? ഇതിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. √3 + 1² പ്ലസ് √3 - 1² എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? എക്സ്പാൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. എക്സ്പാൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, A + B² എന്ന ഫോമിലല്ലേ നിൽക്കുന്നത്. A + B². അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? അതങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം. നോക്കിക്കോ, എക്സ്പാൻഡ് ചെയ്യണം. √3 + 1² എങ്ങനെ വരും മക്കളെ? A + B² എന്താണ്? A² + 2AB + B² അല്ലേ. അപ്പൊ എങ്ങനെയാ വരിക നോക്കിക്കോ മക്കളെ? √3യുടെ സ്ക്വയർ പ്ലസ് 2 × √3 പ്ലസ് എന്ത് വരും? 1 വരും അല്ലേ. അല്ലേ. അപ്പൊ നോക്കിക്കോ, √3ന്റെ സ്ക്വയർ എത്രയാണ്? 3 എന്ന് കിട്ടി. പ്ലസ് 2√3 പ്ലസ് 1 എന്ന് കിട്ടി അല്ലേ. അതായത് എത്ര കിട്ടി മക്കളെ? എത്ര കിട്ടി? 4 + 2√3 എന്ന് കിട്ടി അല്ലേ. എന്ത് കിട്ടി? 4 + 2√3 എന്ന് കിട്ടി. അപ്പൊ ഞാൻ എഴുതാൻ കേട്ടോ മക്കളെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 4 + 2√3 എന്ന് ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? A - B² ഇട്ട് കൊടുക്കുക. നമുക്കൊക്കെ അറിയാലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയോ കിട്ടാം മക്കളെ? 4 - 2√3 എന്ന് കിട്ടും കേട്ടോ. 4 - 2√3. നോക്കിയ മക്കളെ, ഇവിടെ 2√3 വെട്ടിപ്പോയില്ലേ, കുറയ്ക്കാനല്ലേ. അപ്പൊ അത് വെട്ടിപ്പോയി. നമുക്ക് എത്ര കിട്ടി മക്കളെ? √8 എന്ന് കിട്ടി അല്ലേ. 4 + 4 8 എന്ന് കിട്ടി. √8 ആണ് ഹൈപ്പോട്ടന്യൂസ്. അതായത് നമ്മുടെ ഈ ഡയഗണൽ എത്രയാണെന്ന് കിട്ടി? √8 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് മാക്സിമം ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് യൂസിലോട്ട് പോവാണ്. നോക്കിക്കോ മക്കളെ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അതിലെ മിഡ് പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? വേറെ ഒരു സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ ഞാൻ എഴുതാണ് മക്കളെ. A² എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 10 ആണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ എത്ര തന്നിട്ടുണ്ട്? 10 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 10 ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? A എന്തായിരിക്കും? √10 ആയിരിക്കില്ലേ. A എന്തായിരിക്കും? √10 ആയിരിക്കും അല്ലേ. ഈ ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? √10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞേ, ഇത് മിഡ് പോയിന്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും?
റൂട്ട് 10ന്റെ പകുതി ആയിരിക്കില്ലേ? റൂട്ട് 10ന്റെ പകുതി √10/2 എന്ന് കിട്ടും കേട്ടോ. √10/2. അപ്പൊ ഇത് എത്രയായിരിക്കും മക്കളെ? അതും എത്ര തന്നെയായിരിക്കും? √10/2 ആയിരിക്കും അല്ലേ? അതും എത്രയായിരിക്കും? √10/2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ വശം എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. നോക്കൂ മക്കളെ, ഇത് √10/2 ആണ്, ഇത് √10/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വന്നില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാലോ. ഹൈപ്പോട്ടന്യൂസിന്റെ ഇക്വേഷൻ എന്താണ് മക്കളെ? √base² + altitude² ആണല്ലേ? നമ്മൾ പറഞ്ഞു വലിയ വശമാണ്, കൂട്ടണം എന്ന് പറഞ്ഞു. base² + altitude² ആണ്. ഈക്വൽ ടു നോക്കിക്കോ മക്കളെ, √base² എത്രയാണ്? ബേസ് എത്രയാണ്? √10/2. √10/2 ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് തന്നെയല്ലേ? എന്താണ്? √10/2 ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടിയല്ലേ? നോക്കിക്കോ മക്കളെ, എന്താ വരാ? √10ന്റെ സ്ക്വയർ എന്താ മക്കളെ? √10ന്റെ സ്ക്വയർ 10 ആണ്. ബൈ 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ കിട്ടും. എന്ത് കിട്ടി? 10/4 എന്ന് കിട്ടിയല്ലേ? അപ്പൊ എന്താ കിട്ടുക? കൂട്ടുമ്പോൾ 10 + 10 20. 20/4 എന്ന് കിട്ടില്ലേ? ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ ഇങ്ങനെ കൂട്ടിക്കൂടെ? 20/4 അതായത് എത്രയാണ്? √5 എന്ന് കിട്ടിയല്ലേ? √5 എന്ന് കിട്ടി. അതായത് നമുക്ക് ആ ഒരു സ്ക്വയറിന്റെ വശം എന്ന് പറയുന്നത് AB നമുക്ക് എത്ര കിട്ടി മക്കളെ? AB എത്ര കിട്ടി? √5 എന്ന് കിട്ടി. AB √5 ആണ്. ഒരു വശം എത്രയാണ്? √5 ആണ്. A എന്താണ് മക്കളെ? √5 ആണ്. അങ്ങനെയാണെങ്കിൽ A² എന്തായിരിക്കും? A² 5 ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഏരിയ കിട്ടി മക്കളെ. എന്താണ്? 5 ആണ് എന്നുള്ളത് ഏരിയ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ? ആ ചെറിയ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. എത്രയാണ്? √5 ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒക്കെ ക്ലിയർ ആണല്ലോ? ഇവിടെയും നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചത് അല്ലേ? ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാണ്. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ് മക്കളെ. നോക്കിക്കോ, ഞാനൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ എടുക്കാണ്. അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് √3+1 എന്ന് തന്നു. ഒരു വശം √3+1 ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇതും എത്ര തന്നെയായിരിക്കും മക്കളെ? √3+1 ആയിരിക്കും. ഇതും എത്രയായിരിക്കും? √3+1 ആയിരിക്കും അല്ലേ? നമ്മളോട് ഇതിന്റെ പെരിമീറ്റർ കാണാൻ പറഞ്ഞു. പെരിമീറ്റർ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ? പെരിമീറ്റർ അല്ലേ? അപ്പൊ എന്താ ഇക്വേഷൻ വരിക? ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാം. 3 വശവും തുല്യമല്ലേ? അപ്പൊ എനിക്ക് എന്ത് എഴുതാം മക്കളെ? 3a എന്ന് എഴുതിക്കൂടെ? 3 × 1 വശം, 3 × 1 വശം എന്നുള്ള രീതിയിൽ എഴുതിക്കൂടെ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വന്നാൽ ഈ രീതിയിൽ ചെയ്യണം. അതായത് 3 വശം കൂടി കൂട്ടി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എല്ലാ പ്രോബ്ലംസും എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.